ആ മഴക്കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഴ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രതിഭാസം, ഈ പ്രതിഭാസം വിശുദ്ധമായ ഖുർആൻ എന്താണ് ഈ മഴയെക്കുറിച്ച് നമ്മോട് ഉണർത്തിയിട്ടുള്ളത്? അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നമുക്ക് മഴ എന്തെല്ലാം പാഠങ്ങളാണ് നൽകുന്നത്? ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം അള്ളാഹുവിനെ അറിയാനും അതുപോലെ തന്നെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അള്ളാഹു തആല ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു ദൗത്യം തന്നെയാണ്. വിശുദ്ധമായ ഖുർആൻ ചിലതിനെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിശുദ്ധമായ ഖുർആൻ ഉണർത്തിയ ഒന്നാണ് മഴ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ജുമുഅയുടെ പ്രഭാഷണത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് തന്നെ മഴ നമുക്ക് നൽകുന്ന പാഠം, അല്ലെങ്കിൽ മഴ നമ്മോട് പറയുന്നത് എന്ത് എന്നുള്ള വിഷയമാണ്. വിശുദ്ധമായ ഖുർആൻ മഴയെ നമ്മോട് പരിചയപ്പെടുത്തുന്നത്, വിശുദ്ധമായ ഖുർആൻ മഴയെ പറ്റിയിട്ട് മനുഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യമാണ്. അതിനെപ്പറ്റി നമുക്ക് വിശദീകരിക്കാം. 2 എന്ന് പറയുന്നത് മഴ ഒരു ആയത്താണ്. ആയത്ത് എന്ന് വെച്ചാൽ ഒരു ദൃഷ്ടാന്തമാണ്, നമുക്ക് ചിന്തിക്കാനുള്ളൊരു വകയാണ് മഴ എന്ന് പറയുന്നത്. 3ാമതായിട്ട് മഴ എന്ന് പറയുന്നത് റിസ്ക് ആണ്, അഥവാ ഉപജീവനമാണ്. വിശുദ്ധമായ ഖുർആൻ ഈ 3 വിശേഷണങ്ങൾ മഴയ്ക്ക് നൽകുമ്പോൾ ഓരോ വിശേഷണത്തെ പറ്റിയും വിശദീകരിച്ച് തന്നെ നമുക്ക് സംസാരിക്കാനുണ്ട്. വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക. അല്ലാഹു തആല നാം ആകാശത്ത് നിന്ന് മഴയെ ഇറക്കി തരുന്നു, അല്ലെങ്കിൽ വെള്ളത്തെ ഇറക്കി തരുന്നു. എങ്ങനെയുള്ള വെള്ളമാണ്? മുബാറകൻ, അനുഗ്രഹീതമായ വെള്ളം. ആ വെള്ളം എന്താണ് ചെയ്യുന്നത്? ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്. ആ മഴ വെള്ളം ഒലിച്ചു വന്നിട്ട് ഫഅംബത്നാ ബിഹി ജന്നാത്ത്, അതാ അരുവികളെയെല്ലാം നനയ്ക്കുകയും അരുവികളിലൂടെ ഒഴുകുകയും വഹബ്ബൽ ഹസീദ്, ഉറങ്ങിക്കിടക്കുന്ന ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു മഴ എന്ന് പറയുന്നത് റഹ്മത്താണ്, 2ാമത് ഒരു ദൃഷ്ടാന്തമാണ്, 3ാമത് ഉപജീവനമാണ്. ഈ 3 കാര്യങ്ങളും വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. തുടർന്ന് പറയുകയാണ്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ആകാശത്ത് നിന്ന് കൃത്യമായ അളവിൽ വെള്ളത്തെ ഇറക്കി തരുന്നവനാണ് അല്ലാഹ്. എന്നിട്ട് ഭൂമിയിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സംഭരിച്ചു വെക്കുന്നു. എന്നിട്ട് ആ മഴയെ അല്ലാഹു തആലയ്ക്ക് നീക്കാനും കഴിവുണ്ട് എന്ന ഒരു സന്ദേശം കൂടി വിശുദ്ധമായ ഖുർആൻ ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. വിശദീകരിക്കുകയാണെങ്കിൽ മഴവെള്ളം എന്ന് പറയുന്നത് കേവലം ഒരു പെയ്യുന്ന വെള്ളം മാത്രമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഉണങ്ങിക്കിടക്കുന്ന വരണ്ട ഭൂമിയിൽ മഴത്തുള്ളി വീഴുമ്പോൾ അവിടെ പൊട്ടിമുളച്ച് വരുന്ന ചെറിയ സസ്യങ്ങളുണ്ട്. ആ വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ധാന്യങ്ങൾ, വിത്തുകളുണ്ട്. ആ മഴവെള്ളം തട്ടുമ്പോൾ മാത്രമാണ് അത് മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് അത് സസ്യങ്ങളായി മാറുന്നത്. ആ സസ്യങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നു, കന്നുകാലികൾ ഭക്ഷിക്കുന്നു, മനുഷ്യർ ആകമാനം ഭക്ഷിക്കുന്നു, അതുപോലെ മറ്റു ജീവികളും ഭക്ഷിക്കുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന മഴ ഭൂമിയിലേക്ക് വർഷിക്കുന്നു. 2, മനുഷ്യൻ്റെ ഉപജീവനം, മനുഷ്യന് ജീവിക്കാനുള്ള വക മഴയിലൂടെ അല്ലാഹു തആല വെള്ളമായും ധാന്യങ്ങളുമായി നൽകുകയാണ്. ശാസ്ത്രീയപരമായി ഈ ആയത്തിനെ പറയുന്ന സമയത്ത് ഖുർആനിക ദൃഷ്ടാന്തങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജലത്തിൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ലളിതമായി തന്നെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ആദ്യമായി സൂര്യതാപമേറ്റിട്ട് നമ്മുടെ കുളങ്ങളിലും കിണറുകളിലും തോടുകളിലും വയലുകളിലും അതുപോലെ തന്നെ കടലിലുമുള്ള വെള്ളമെല്ലാം ഉയർന്നു പൊങ്ങി
ആകാശത്തേക്ക് നീരാവിയായി പോകുന്നൊരു പ്രക്രിയ. അത് കഴിഞ്ഞിട്ട് അത് സാന്ദ്രീകരണം നടക്കുകയാണ്. ചൂടുള്ള ആ ആവിയെ തണുത്തിട്ട് നല്ല ഒരു മേഘക്കൂട്ടങ്ങളായി തണുത്തൊരു കട്ടകളായിട്ടത് മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആ മേഘം സഞ്ചരിച്ച് അതിൻ്റെ ആവശ്യമായ സ്ഥലത്തെത്തുമ്പോൾ അത് കാറ്റിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ട് അത് തണുത്തുറച്ച് അതിങ്ങനെ വെള്ളമായി പെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ വിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 1500 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ഈ സൈക്കിൾ വിശദീകരിച്ചു തരുമ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. നിലത്ത് കിടക്കുന്ന വെള്ളമാണോ ആകാശത്തു നിന്ന് പെയ്യുന്നത് എന്ന് അന്നത്തെ ലോജിക്കിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷേ ശാസ്ത്രം വളർന്നപ്പോൾ ഇന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുതം നമ്മൾ കാണുകയാണ്. നമ്മൾ ആകാശത്ത് കാണുന്ന ഒരു മേഘക്കൂട്ടം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു മേഘക്കൂട്ടം പഞ്ഞിക്കട്ട പോലെ കാണുന്ന ആ ഒരു മേഘക്കൂട്ടത്തിൽ തന്നെ 5 ലക്ഷം ലിറ്റർ അധികം വെള്ളമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. മുഅ്മിനീങ്ങളെ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, 5 ലക്ഷം ലിറ്റർ ആ വെള്ളം കൊണ്ടാണ് നമ്മുടെ തലക്ക് മുകളിലൂടെ മേഘക്കൂട്ടങ്ങളെ അല്ലാഹു തആല സഞ്ചരിപ്പിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് അദൃശ്യമായി ആ മേഘക്കൂട്ടങ്ങളെ അല്ലാഹു തആല പെയ്യാതെ വീഴാതെ താങ്ങി നിർത്തുകയും ആവശ്യമായ സ്ഥലത്തെത്തുമ്പോൾ അതിനെ പെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ഭൂമിയിൽ കിടക്കുന്ന വെള്ളത്തെ ആകാശത്ത് എത്തിച്ചിട്ട് ആ ആകാശത്ത് നിന്നും മനുഷ്യർക്ക് ആവശ്യമായ തോതിൽ അല്ലാഹു തആല വർഷിപ്പിച്ചു തരികയാണ്. അതാണ് ദൃഷ്ടാന്തം എന്ന ഒരു വിശേഷണത്തിലൂടെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ, കൃത്യമായ അളവിലാണ് ഓരോ സ്ഥലങ്ങളിലും അല്ലാഹു തആല മഴയെ ഇറക്കുന്നത്. ഫഅൻബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്, തോട്ടങ്ങളെ നനയ്ക്കുകയും ധാന്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന കേവലം ഒരു പ്രക്രിയ മാത്രമല്ല മഴ എന്ന് പറയുന്നത്, അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഇന്ന് ബയോളജിക്കൽ സയൻസ് പറയുന്നത് സീഡ് ഡോർമെൻസി എന്ന് പറയുന്ന ചില മണ്ണിൽ കിടക്കുന്ന വിത്തുകളുണ്ട്. ആ വിത്തുകളിൽ നമ്മൾ പോയിട്ട് കിണറ്റിലെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അത് വളരൂല. അങ്ങനെ വളരാതെ കിടക്കുന്ന ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന സീഡ്സ് വിത്തുകളുണ്ട്. ആ വിത്തുകൾക്ക് മുളയ്ക്കണമെങ്കിൽ തന്നെ മഴവെള്ളം തട്ടണം. മഴവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കണികകളാണ് ആ വിത്തിനെ മുളപ്പിക്കാൻ സാധിക്കുന്നത്, ആ വിത്തിനെ മുളപ്പിക്കാൻ വേണ്ടി സാധ്യമാക്കുന്നത്. അതാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, വഅൻസൽനാ മിനസ്സമാ, ഞാൻ നിങ്ങൾക്ക് മഴയെ ഇറക്കിത്തരുന്നു, വെള്ളത്തെ ഇറക്കിത്തരുന്നു. എന്നിട്ട് വഹബ്ബൽ ഹസീദ്, ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് വിത്തുകളെ നാം തന്നെയാണ് മുളപ്പിക്കുന്നത്. മനുഷ്യർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം കോരി ഒഴിച്ചാൽ പോലും മുളയ്ക്കാതെ കിടക്കുന്ന വിത്തുകൾ മഴത്തുള്ളികൾ വന്ന് വീഴുമ്പോൾ മുളച്ചു പൊന്തുന്നു. അതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ മഴയിലൂടെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മറ്റൊന്ന് നോക്കൂ, ആകാശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ 1 കിലോമീറ്റർ വീതിയും 1 കിലോമീറ്റർ ഉയരവും 1 കിലോമീറ്റർ നീളവുമുള്ള ഒരു മേഘക്കെട്ടിനാണ് 5 ലക്ഷത്തിൽ പരം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്ത് ആകാശത്തിലൂടെ പാറി നടക്കാൻ പറ്റുന്നതെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന മഴക്കാലത്ത് കാണുന്ന കിലോമീറ്ററുകൾ കണക്കെ പാറി നടക്കുന്ന, അല്ലെങ്കിൽ അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന, മല പോലെ നിൽക്കുന്ന വലിയ മേഘക്കൂട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് കോടി ജലമാണ് അല്ലാഹു തആല അവിടെ സംഭരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആ സംഭരിപ്പിച്ച വെള്ളത്തെ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. മനുഷ്യന്മാരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്ന സ്തംഭമില്ലാത്ത, സ്തൂപമില്ലാത്ത, തൂണുകളില്ലാത്ത ആകാശത്തെ നാം ഉയർത്തി നിർത്തിയിട്ട് അവിടെയതാ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് കോടി ലിറ്റർ വെള്ളം തങ്ങി നിർത്തിയിട്ട് ആവശ്യമായ സ്ഥലത്തേക്ക് നാം അതിനെ പെയ്യിച്ചു തരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആ ആകാശത്തെ തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയവനാണ് അല്ലാഹു തആല. അപ്പോൾ അല്ലാഹുവിൻ്റെ അത്ഭുതങ്ങൾ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അല്ലാഹുവിൻ്റെ കാരുണ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മഴ നമ്മളോട് സംസാരിച്ചു തരുന്നത്. രണ്ടാമതായിട്ട് പാഠം 1 നമ്മൾ പഠിച്ചു. അല്ലാഹു തആല മഴയിൽ ഒരുപാട് പാഠങ്ങൾ, ഒന്ന് കാരുണ്യമാണ്, അതുപോലെ തന്നെ ദൃഷ്ടാന്തമാണ്, അതുപോലെ തന്നെ മഴ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ മാർഗവും കൂടിയാണ്. മറ്റൊന്ന് പുനരുദ്ധാരണത്തിൻ്റെ തെളിവാണ്. മഴയെ നോക്കിയിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്,
വമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിയാ. നിങ്ങൾ തരിശു ഭൂമികളെ കാണുന്നില്ലേ? മനുഷ്യന്മാരോട് അല്ലാഹു തആല ഉണർത്തുകയാണ്, വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തന്നെയാണ് അന്നക തറൽ അർള ഖാശിയാ, തരിശു ഭൂമികൾ നിങ്ങൾ കാണുന്നില്ലേ? ഫൈദാ അൻസൽനാ അലൈഹൽ മാ, അതിലേക്ക് മഴവെള്ളം വർഷിക്കുന്ന സമയത്ത് ഇഹ്തസ്സത് വറബത്, ആ ഉറങ്ങിക്കിടക്കുന്ന ആ വിത്തുകളും അതുപോലെ തന്നെ ചലനമറ്റ് കിടക്കുന്ന ഭൂമികളും ചലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? തരിശായി കിടക്കുന്ന ആ ഭൂമിയിൽ വെള്ളം വന്ന് വീഴുമ്പോൾ അവിടെ സസ്യങ്ങളും മരങ്ങളും വളർന്ന് പന്തലിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്നല്ലദീ അഹ്യാഹാ ലമുഹ്യിൽ മൗതാ. ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലുള്ള സകലതും നശിച്ചു പോകുന്നൊരു ദിവസം വരുന്നുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാം നശിച്ചുപോയി അവസാന സമയത്ത് ഒരു മനുഷ്യൻ്റെ കണികയില്ല, ഒരു ജീവൻ്റെ കണികയില്ല, ഒരു സസ്യമില്ല, ഒരു ലതാദികളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ, അങ്ങനെയുള്ള യാതൊന്നും അവശേഷിക്കാത്ത ഈ പ്രപഞ്ചത്തിൽ ഒന്നും അവശേഷിക്കാത്ത അവസ്ഥയിൽ അല്ലാഹു തആല മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ ഈ മഴയെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ അല്ലാഹു തആല മഴയെ വർഷിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് സസ്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന പടച്ചവനാണോ കഴിയാത്തത്? മനുഷ്യരെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന പടച്ചവനാണോ കഴിയാത്തത്? നിങ്ങൾ മരിച്ചതിൻ്റെ ശേഷം നിങ്ങളെ ജീവിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ മഴ നമുക്ക് നൽകുന്ന പാഠം ഒരുപാടാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവൻ അറ്റുപോയി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഇന്ന് പലരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കളിലേക്ക് ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിബറലിസം എന്ന് പറയുന്ന മഹാവിപത്താണ്. എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ജീവൻ, എൻ്റെ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ്, അതിൽ അള്ളാഹുവും ഇടപെടേണ്ട, അതിൽ റസൂലും ഇടപെടേണ്ട, ഉസ്താദും ഇടപെടേണ്ട, മാതാപിതാക്കളും ഇടപെടേണ്ട, എന്നെ നിയന്ത്രിക്കാൻ ഒരാളും വേണ്ട എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവരെല്ലാം വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോയി പിന്നെ ഒന്നും ചിന്തിക്കാനുമില്ല, പറയാനുമില്ല, ചോദ്യമില്ല, ഉത്തരവില്ല എന്നാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ മഴയെ ഉദാഹരിച്ചുകൊണ്ട് പറയാണ്, ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചലനമറ്റ് കിടക്കുന്ന ഭൂമിയിൽ നിന്ന് വിത്തുകളെ മുളപ്പിക്കാൻ കഴിയുന്ന നമുക്കാണോ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ജീവിപ്പിക്കാൻ പ്രയാസമെന്ന് ചിന്തിക്കാൻ വേണ്ടി മനുഷ്യനോട് അല്ലാഹു തആല ഉണർത്തി ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഴ നമുക്ക് ഒരുപാട് പാഠങ്ങളെയാണ് തരുന്നത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയൊരു സംഭവമുണ്ട്. ആ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അസാബനാ വനഹ്നു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് മഴ പെയ്തു. മഴ പെയ്തു. കാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹസറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബഹു ഹത്താ അസാബഹു മിനൽ മതർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ശരീരത്തിലെ വസ്ത്രം മാറ്റിയിട്ട് എന്ത് ചെയ്തു? ആ മഴ പെയ്യുന്ന ആ മഴയെ ശരീരത്തിലേക്ക് കൊള്ളിക്കുകയാണ്. മഴ പെയ്തപ്പോൾ നബി തങ്ങൾ വസ്ത്രം കുറച്ച് മാറ്റിയിട്ട് മഴ കൊള്ളാൻ വേണ്ടിയിട്ട് മഴയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഫഖുൽനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലിമ സനഅത ഹാദാ, എന്തുകൊണ്ടാണ് നബിയെ മഴ പെയ്തപ്പോൾ അങ്ങ് മഴയിലേക്ക് ഇറങ്ങി നിന്നിട്ട് ഞങ്ങളെല്ലാം മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തണലിലേക്ക് കയറി നിൽക്കുമ്പോൾ തങ്ങൾ എന്തിനാ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നെന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്നഹു ഹദീസു അഹദിൻ ബിറബ്ബിഹി തആല, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ ഒരു വരവാണ് ഈ മഴ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി നിന്നതാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രകൃതിയിലെ പല മാറ്റങ്ങളും അള്ളാഹുവിൻ്റെ കാരുണ്യമായി കണ്ട് അതിനെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലമായിരുന്നു. അതുകൊണ്ട് പുതിയ മഴ പെയ്യുമ്പോൾ, നല്ല മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ആ മഴ കൊള്ളുക എന്ന് പറയുന്നത് ചര്യയായിട്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഇമാമികൾ അതിനെ സുന്നത്താക്കി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അവസാനമായി പറയട്ടെ,
ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിൻതാനി ലാ തുറദാൻ, രണ്ട് കാര്യങ്ങൾ തട്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ രണ്ട് സമയത്ത് ചെയ്യുന്ന ദുആ ഒരിക്കലും അല്ലാഹു തആല തള്ളിക്കളയില്ല. ഏതൊക്കെയാണ് ആ രണ്ട് സമയത്തുള്ള ദുആ? ഔ കല്ലമാ തുറദാൻ, ആ സമയത്ത് ചെയ്യുന്ന ദുആ ഒരിക്കലും തട്ടപ്പെടുകയില്ല. എന്തൊക്കെയാണ് രണ്ട് സമയമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദുആ ഇൻദന്നിദാ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വെളിയാളം വരുന്ന സമയം, അല്ലാഹു അക്ബർ എന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറയുന്ന ഒരു സമയമുണ്ട്. ഓരോ ബാങ്കിൻ്റെ സമയത്തും മനുഷ്യരോട് അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് ഓടി വരൂ, ഹയ്യ അലൽ ഫലാ, നിസ്കരിച്ച് വിജയത്തിലേക്ക് ഓടി വരൂ നിങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന ബാങ്കിൻ്റെ സമയം. ആ സമയത്ത് ആരെങ്കിലും ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിനോട് തേടിക്കഴിഞ്ഞാൽ ലാ തുറദാൻ, ആ സമയത്തുള്ള പ്രാർത്ഥന ഒരിക്കലും തട്ടപ്പെടുകയില്ല, ഒരിക്കലും ഇജാബത്ത് ലഭിക്കാതെ ഇരിക്കുകയില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരാൾ ദുആ ചെയ്ത അല്ലാഹു തആല അത് സ്വീകരിക്കുമെന്നാണ്. അതുപോലെ തന്നെ വതഹ്തൽ മതർ, മഴ പെയ്യുന്ന സമയം, അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് റഹ്മത്ത് പെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിനോട് തേടുകയാണെങ്കിൽ, ദുആ ചെയ്യുകയാണെങ്കിൽ, ആ സമയത്ത് ദുആയും അല്ലാഹു തആല തട്ടുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, മഴയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. മഴ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തിയത്, വിശുദ്ധമായ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങൾ, മഴയെ ഉപമയാക്കിയിട്ട് അല്ലാഹു തആല മനുഷ്യരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ സംഗതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. നല്ല കൊടും മഴ പെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ ചിലപ്പോൾ കയറി നിൽക്കും. ആ പള്ളിയിലാണെങ്കിൽ കുറച്ചു സമയം കൂടി പള്ളിയിൽ ഇരുന്ന് മഴ തോർന്നിട്ടേ നമ്മൾ പുറത്തു പോകൂ. ആ സമയത്തൊക്കെ ദുആ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു തആല ദുആഇനെ തട്ടുകയില്ല, അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയമെല്ലാം ദുആഇനായിട്ട്, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് അല്ലാഹു തആല അനേകം നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മഴ നമുക്ക് നാഫിയായി നൽകുമാറാകട്ടെ. മഴ കൊണ്ടുള്ള കെടുതികൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ, മഴയുമായി ബന്ധപ്പെട്ട പ്രളയങ്ങൾ റഹ്മാനായ റബ്ബ് എല്ലാത്തിനെയും തൊട്ടും നമ്മയും നമ്മുടെ ജനങ്ങളെയും നമ്മുടെ നാടിനെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയി. റഹ്മാനായ റബ്ബ് അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പുറത്തൊരു സഹോദരൻ വന്നിട്ടുണ്ട്. രോഗമായിട്ട് ഒരു മാസം 7000 രൂപ രോഗത്തിന് മരുന്ന് മേടിക്കാൻ വേണ്ടി മാത്രം ചിലവുണ്ട്. അത് കമ്മിറ്റിയുടെ ലെറ്ററൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു സഹോദരൻ പുറത്ത് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന പരമാവധി സഹായം എല്ലാവരും ചെയ്തു കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ, അതും രോഗിക്ക് കൊടുത്താൽ റഹ്മാനായ റബ്ബ് പ്രതിഫലം മേടിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. നമ്മൾ കൊടുക്കുന്ന സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബ് വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الملك المقصود أحمده وهو اللطيف الودود وأشهد أن لا إله إلا الله وحده لا شريك له شهادة من شهدها دخل الجنة وفاز فيها بالخلود وأشهد أن سيدنا محمدا عبده ورسوله صاحب الكرم والجود صلى الله وسلم على سيدنا محمد وعلى آله وصحابه صلاة وسلاما دائمين متلازمين ما نبت زرع وأورك عود. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله.
وافعلوا ما أمركم الله وانتهوا عما نهاكم الله قد جاء آوان الارتحال من سعة الدنيا إلى ضيق اللحوظ ذهبت الأعمار والصحائف بالذنوب سود عباد الله لا تغتروا بالدنيا فالآخرة هي دار الخلود واعملوا لنجاة أنفسكم من النار ذات الوقود وتفكروا أين الآباء والأبناء والجدود أين العلماء والقضاة والشهود أين قارون وهامان ونمرود والله قد أصبحت أنفسهم خامدة إلى اللحود واستغفروا الله فإنه هو الغفور الودود وأقيموا القيام والركوع والسجود تفوزوا برضا الله الودود وانظروا إلى سير من مضى من الآباء والجدود كانوا يجتهدون في طاعة الله الودود فأعطاهم خير المقصود عباد الله سارعوا إلى مغفرة من ربكم المعبود واطلبوا الوقاية من عذاب الله المحمود واتقوا الله حق تقواه تنجوا من عذاب الله المعبود قال النبي صلى الله عليه وسلم لا يموتن أحدكم إلا وهو يحسن الظن بالله من كان آخر كلامه لا إله إلا الله دخل الجنة إذا حضرتم المريض أو الميت فقولوا خيرا لأن الملائكة يؤمنون على ما تقولون جعلنا الله وإياكم من الفائزين الآمنين وأدخلنا وإياكم في عباده الصالحين إن أحسن قصص المؤمنين كلام الله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور صدق الله العلي العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا عبده ورسوله أشرف مولود صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملك في سجود أما بعد فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها
صبح في يده الحسبا ونبع من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين وهو الإمام الشريف أفضل البشر بعد الأنبياء على التحقيق أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب منور المسجد والمنبر والمحراب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم ارض عن أمر نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار اللهم أجرنا من النار. اللهم أجرنا وأجر والدينا وأساتذتنا من النار. اللهم لا تشف خلقنا بالنار. اللهم انصر المسلمين الأبرياء في فلسطين. اللهم انصر المسلمين الأبرياء في فلسطين. اللهم انصر المسلمين الأبرياء في فلسطين ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله